നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. പോളിംഗ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തൃശൂരിൽ 71.14% പോളിംഗ്. കുന്നംകുളം നഗരസഭയിൽ 72.02%, ഗുരുവായൂരിൽ 68.08%, ചാവക്കാട് നഗരസഭ 72.49%, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചൊവ്വന്നൂരിൽ 72.59%, ചാവക്കാട് 68.24% പോളിംഗ്. അന്തിമ കണക്ക് നാളെ. എരുമപ്പെട്ടിയിൽ സിപിഎം കോൺഗ്രസ് സംഘർഷം, 2 പേർക്ക് പരിക്കേറ്റു. പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പെങ്ങാമുക്ക് ഹൈസ്കൂളിനടുത്തുള്ള ആനപ്പറമ്പിലും രാഷ്ട്രീയ സംഘർഷം. വാർത്തകൾ വിശദമായി. ജനം വിധിയെഴുതി. കാത്തിരിപ്പ് ശനിയാഴ്ച വരെ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. പോളിംഗ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. വ്യാഴാഴ്ച 7 ജില്ലകളിലായി നടന്ന വോട്ടെടുപ്പിൽ 6 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 74.52% പോളിംഗ് രേഖപ്പെടുത്തി. ഇത് അന്തിമ കണക്കല്ല. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വൈകിട്ട് 6 മണിവരെയുള്ള കണക്കനുസരിച്ച് തൃശൂരിൽ 71.14%, പാലക്കാട് 74.89% പോളിംഗ് രേഖപ്പെടുത്തി. മലപ്പുറത്ത് 76.11%, കോഴിക്കോട് 75.73% വോട്ട് രേഖപ്പെടുത്തി. വയനാട് 76.26%, കണ്ണൂരിൽ 74.64%, കാസർഗോഡ് 73.02% എന്നിങ്ങനെയാണ് പോളിംഗ്. മേഖലയിൽ കുന്നംകുളം നഗരസഭ 72.02%, ഗുരുവായൂർ നഗരസഭ 68.08%, ചാവക്കാട് നഗരസഭ 72.49%, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചൊവ്വന്നൂരിൽ 72.59%, ചാവക്കാട് 68.24% വോട്ടാണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 6 മണിയോടെ വോട്ടെടുപ്പ് സമയം അവസാനിച്ചെങ്കിലും ക്യൂവിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി. ഇവർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട സ്ലിപ്പ് കൈമാറി. പലയിടങ്ങളിലും 6 മണിക്ക് ശേഷവും ഒട്ടേറെ പേർ വോട്ട് ചെയ്യാനായി വരിയിലുണ്ടായിരുന്നു. മേഖലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നെങ്കിലും ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളുമുണ്ടായി. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാട്ടകമ്പാലിൽ CPIM ബൂത്ത് ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായി. രാവിലെ പോളിംഗ് ആരംഭിച്ചതു മുതൽ വിവിധ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചു. എരുമപ്പെട്ടി, വേലൂർ, കടപ്പുറം, ചൊവ്വന്നൂർ, കാട്ടകമ്പാൽ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ വോട്ടിംഗ് കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചത്. ഇത് പരിഹരിച്ച ശേഷമാണ് പിന്നീട് പോളിംഗ് തുടർന്നത്. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് കുന്നംകുളം നഗരസഭയിൽ പൂർണ്ണം. 72.02% പിന്നിട്ട് പോളിംഗ് നില. വിവിധ ബൂത്തുകളിൽ രാത്രി വൈകിയും പോളിംഗ് തുടർന്നു. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് രാവിലെ 7 മണിയോടെ തന്നെ കുന്നംകുളം നഗരസഭയിലെ 39 വാർഡിലെ 39 ബൂത്തുകളിൽ ആരംഭിച്ചു. വൈകിട്ട് 6 മണിവരെയാണ് വോട്ട് ചെയ്യുന്നതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ചില ബൂത്തുകളിൽ 6 മണിക്ക് ശേഷവും പോളിംഗ് തുടർന്നു. പോളിംഗ് സമയം അവസാനിക്കുമ്പോൾ പോളിംഗ് നില 72% പിന്നിട്ടു. ബൂത്തുകളിലും പോളിംഗ് സമാധാനപരമായിരുന്നു. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് മേഖലയിൽ പോളിംഗ് നടന്നത്. രാവിലെ തന്നെ സമ്മതിദാനം രേഖപ്പെടുത്തുന്നവരുടെ നീണ്ട നിരയാണ് ഓരോ ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. വാർഡ് വിഭജനത്തെ തുടർന്ന് 39 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് ഇത്തവണ കുന്നംകുളം നഗരസഭയിൽ നടന്നത്. അതത് ബൂത്തുകളിൽ സ്ഥാനാർത്ഥികളും സമ്മതിദാനം രേഖപ്പെടുത്താനെത്തിയിരുന്നു. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ നഗരസഭയിലെ 1-ാം വാർഡ് വടുതല ബൂത്ത് നമ്പർ 1-ൽ വോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകളുള്ള ബൂത്ത് കൂടിയാണ് വടുതല ഗവൺമെന്റ് UP സ്കൂൾ.
കുന്നംകുളം MJD സ്കൂളിലും 3 വീതം പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചത്. 39 ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് 5 വീതം ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് നിയന്ത്രിക്കുന്നതിനായി രംഗത്തുണ്ടായിരുന്നു. എല്ലാ ബൂത്തുകളിലും പോലീസ്, ഫയർഫോഴ്സ്, ഹരിതകർമ്മസേനാ വിഭാഗങ്ങളുടെ പ്രത്യേക സേവനവുമുണ്ടായിരുന്നു. പൊതുവെ സംഘർഷ സാധ്യതയുള്ള ബൂത്തുകൾ കുന്നംകുളം മേഖലയിലില്ലെങ്കിലും എല്ലാ ബൂത്തുകളിലും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ബൂത്തിൽ 1-2 പ്രാവശ്യം യന്ത്രത്തകരാർ ഉണ്ടായെങ്കിലും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ അതിവേഗ ഇടപെടലിൽ പരിഹാരം കാണുകയും പോളിംഗ് തടസ്സപ്പെടാതെ തന്നെ തുടർന്നു. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും അതത് ബൂത്തുകളിൽ അവസാന സമയം വരെ നിലയുറപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ മുന്നണികളെല്ലാം വലിയ വിജയപ്രതീക്ഷയിലാണ് ഉള്ളത്. ചാവക്കാട് മേഖലയിൽ പോളിംഗ് സമാധാനപരമായി അവസാനിച്ചു. അനിഷ്ട സംഭവങ്ങളില്ല. രാവിലെ വോട്ടിംഗ് ആരംഭിച്ചതു മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സാധാരണ രീതിയിൽ ഉച്ചതിരിഞ്ഞാണ് തിരക്കുണ്ടാവുന്നത്. എന്നാൽ ഇത്തവണ പ്രായമായവരുടെയും സ്ത്രീകളുടെയും വലിയ തിരക്ക് രാവിലെ അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചതിരിഞ്ഞ് പോളിംഗ് മന്ദഗതിയിലായി. 4 മണിയോടെ നഗരസഭ ഉൾപ്പെടെ പല ബൂത്തുകളിലും ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. കടപ്പുറം പഞ്ചായത്ത് വാർഡ് 5-ൽ ബൂത്ത് നമ്പർ 1-ൽ വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്ന് 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നീ മെഷീനാണ് തകരാർ സംഭവിച്ചത്. തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തി മെഷീൻ മാറ്റിസ്ഥാപിച്ചു. കടപ്പുറം പഞ്ചായത്ത് വാർഡ് 18 ലൈറ്റ് ഹൗസ് ബൂത്തിൽ വോട്ടിംഗ് ആരംഭിച്ച് അരമണിക്കൂർ പിന്നിട്ടപ്പോൾ മെഷീൻ പണിമുടക്കി. പിന്നീട് തകരാർ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചു. ചാവക്കാട് നഗരസഭ വാർഡ് 16-ൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പിന്നീട് തകരാർ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ചാവക്കാട് നഗരസഭ വാർഡ് 11-ൽ പാലയൂർ സെന്റ് തോമസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കടപ്പുറം പഞ്ചായത്ത് വാർഡ് 5-ൽ സുല്ലമുൽ ഇസ്ലാം മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തി. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീരമേഖലയിൽ പോലീസിന്റെ ശക്തമായ സാന്നിധ്യം സുഗമമായ വോട്ടെടുപ്പിന് സഹായമായി. ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ. ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിനായി വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു 3 മുന്നണികളും. 100% സമാധാനപൂർണമായിരുന്നു തെരഞ്ഞെടുപ്പ്. കാര്യമായ വാക്കുതർക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. യന്ത്ര തകരാർ കൊണ്ട് വോട്ടിംഗ് വൈകാനോ തടസ്സപ്പെടാനോ ഇടയായില്ല. തെരഞ്ഞെടുപ്പിനിടെ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണതിനാൽ ഒരു ബൂത്തിലെ വോട്ടിംഗ് 10 മിനിറ്റോളം തടസ്സപ്പെട്ടു. 24-ാം വാർഡിലെ പോളിംഗ് ബൂത്തായ ഗുരുവായൂർ AUP സ്കൂളിലെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ബ്രഹ്മകുളം സ്വദേശി സ്രാമ്പിക്കൽ സുരേഷാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ താങ്ങിയെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകുകയും 10 മിനിറ്റിന് ശേഷം ഡ്യൂട്ടി തുടരുകയും ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. നടൻ ശിവജി ഗുരുവായൂർ കാവീട് പാറയിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിയോടെയാണ് നടനും കുടുംബവും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. തീരദേശ വാർഡുകളിൽ വോട്ടെടുപ്പ് സമാധാനപരം. ഇവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുന്നയൂർ, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ പുന്നയൂർക്കുളത്ത് 6-ഉം പുന്നയൂരിൽ 13-ഉമാണ് ഉള്ളത്. ശക്തമായ മത്സരങ്ങളാണ് പല വാർഡുകളിലും നടന്നത്. പല ബൂത്തുകളിലും രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചു. സാങ്കേതിക തകരാറോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ബൂത്തുകളിലും പോളിംഗ് ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയുള്ള അണ്ടത്തോട് വാർഡ് 20-ൽ 1569 വോട്ടിൽ 1099 വോട്ട് പോൾ ചെയ്തു. BJP സ്ഥാനാർത്ഥിയില്ലാതെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് 20. വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും കൂടി ഈ വാർഡിൽ മത്സരരംഗത്തുണ്ട്. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പഞ്ചായത്ത് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി സൗമ്യ യോഗേഷിന്റെ ഭർത്താവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK യോഗേഷ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഖാദി റോഡിലാണ് സംഘർഷമുണ്ടായത്. ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലിയുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. CPM പ്രവർത്തകർ മേശയിട്ടിരിക്കുന്നതിന് സമീപം കോൺഗ്രസ് പ്രവർത്തകർ മേശ കൊണ്ടുവന്നിടാൻ ശ്രമിച്ചപ്പോൾ KK യോഗേഷ് അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കമായത്.
യോഗേഷ് ടേബിൾ ചവിട്ടി നീക്കുകയും തുടർന്ന് അജു നെല്ലുവായുടെ ബൈക്കിൽ ടേബിൾ ചെന്ന് തട്ടുകയും ചെയ്തതിനെ തുടർന്ന് അജു നെല്ലുവായ് കെ യോഗേഷിനെ മർദ്ദിച്ചു. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ സംഘട്ടനമുണ്ടായി. ഇതിനുശേഷം എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് CPM നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രശ്നം പരിഹരിക്കുകയും പരാതി നൽകുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു. CPM കോൺഗ്രസ് സംഘർഷത്തിൽ കെ യോഗേഷ് എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അവിടെ അജു എന്നിവരുടെ നേതൃത്വത്തിൽ 18-19 ബൂത്തിന് മുന്നിൽ ഒരു മേശ കൊടുന്നിട്ട് കസാര കൊടുന്നിട്ട് അവിടെ സ്ലിപ്പ് എഴുതാൻ ഇരിക്കുകയായിരുന്നു. ബൂത്തിൽ സ്ത്രീകൾ മാത്രം ഉള്ള സമയത്തായിരുന്നു. ഞാൻ അതിൽ ഇടപെട്ട് അവിടെ ആ മേശ അവിടെ ഇടരുത് എന്ന് പറഞ്ഞത് മാത്രമേ ഇതുള്ളൂ. വേറെ പ്രശ്നങ്ങളില്ല. എന്നെ ആക്രമിക്കുകയായിരുന്നു. 2 പേര് കൂടി ഭീകരമായി ആക്രമിച്ച് തല അടിച്ചു പൊട്ടിച്ചു, കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തി വളരെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് അവർ പോയിരുന്നത്. അവിടെ അജു നെല്ലുവായ് വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബന്ധപ്പെട്ടിട്ടാണ് ഞാനും മെമ്പറും കൂടിയിട്ട് അവിടെ പോകാനുണ്ടായ കാരണം. ആ കാരണം അവിടെ പോയപ്പോൾ ആക്രോശിച്ചുകൊണ്ട് മെമ്പറുടെ ഭർത്താവ് ആക്രോശിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് തല്ലുവിടാൻ വരികയായിരുന്നു. എന്നിട്ട് ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിരുന്ന എന്നെ ഇരിക്കുന്ന മേശ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ആ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മേശൻ്റെ കാലിൻ്റെ മുകളിലും ബൈക്കിൻ്റെ മുകളിലും ഇടിച്ചിട്ട് അത് വീഴാനുള്ള സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ മുകളിലാണ് ആളെ പിടിച്ച് ഉന്തിയത് ഞാൻ. അല്ലാതെ ആദ്യം ഞാൻ പോയി തന്നത് ഒന്നുമല്ല ഉണ്ടായത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഗുണ്ടായുസത്തിലൂടെയല്ല ചെയ്യേണ്ടത്. അത് കോൺഗ്രസ് പ്രവർത്തകൻ CPIM ബൂത്ത് ഓഫീസ് ആക്രമിച്ചെന്ന് പരാതി. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പെങ്ങാമുക്ക് ഹൈസ്കൂളിനടുത്തുള്ള ആനപ്പറമ്പ് 17-ാം വാർഡിലെ 1-ാം ബൂത്താണ് രായമരയ്ക്കാർ വീട്ടിൽ ഷെബീർ ആക്രമിച്ചതായി പരാതി ഉയർന്നത്. ബൂത്തിലെ വോട്ടർ പട്ടികയും ഡമ്മി മെഷീനും വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും എത്തി പ്രശ്നമുണ്ടാക്കിയതായും പറയുന്നു. തുടർന്ന് CPIM പ്രവർത്തകർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. സ്ഥിരം പ്രശ്നക്കാരനായ പ്രതിയെ കോൺഗ്രസ് പ്രവർത്തകർ സംരക്ഷിക്കുകയാണെന്നും തികച്ചും സമാധാനപരമായി നടക്കുന്ന ഇലക്ഷനിൽ പരാജയ ഭീതി മൂലം അക്രമം അഴിച്ചുവിടുകയാണെന്നും കാണിച്ച് CPM പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പലയിടങ്ങളിലും 1 മണിക്കൂർ സമയം വരെ വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ടി വന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന 19-ാം വാർഡ് ബൂത്ത് 1-ൽ രാവിലെ 7 മണിക്ക് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയപ്പോഴാണ് യന്ത്ര തകരാർ സംഭവിച്ചത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞാണ് യന്ത്ര തകരാർ പരിഹരിച്ചത്. രാവിലെ 8 മണിയോടെ വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. 16-ാം വാർഡ് ആറ്റത്ര LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് 1-ൽ വോട്ടെടുപ്പ് ആരംഭിച്ചയുടൻ യന്ത്രം തകരാറിലായി. 7:30യോടെ യന്ത്ര തകരാർ പരിഹരിച്ചു. എരുമപ്പെട്ടി കോട്ടപ്പുറം വാർഡ് 17 മഹിളാ സമാജം അംഗൻവാടിയിലെ ബൂത്തിൽ രാവിലെ 7 മണിക്ക് യന്ത്രം തകരാറിലായി. 7:30ഓടെ തകരാർ പരിഹരിച്ചു. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് 10-ാം വാർഡ് കോട്ടോൾ നോർത്ത് ഹിയാത്തുൽ ഇസ്ലാം മദ്രസയിലെ 1-ാം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. രാവിലെ 7-ന് വോട്ടിംഗ് തുടങ്ങി 10 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. തുടർന്ന് പുതിയ യന്ത്രം വരുത്തി 2 മണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. കടപ്പുറം പഞ്ചായത്ത് വാർഡ് 18-ൽ 2-ാം ബൂത്തിൽ മെഷീൻ തകരാർ സംഭവിച്ചു. വോട്ടിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് യന്ത്ര തകരാർ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിച്ചു.
ചൊവ്വന്നൂർ പഞ്ചായത്ത് 9-ാം വാർഡിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ സജ്ജീകരിച്ച 1-ാം ബൂത്തിലെ വോട്ടിംഗ് മെഷീനാണ് 8:45 തകരാറിലായത്. തുടർന്ന് 9:30 പുതിയ മെഷീൻ എത്തിച്ച് മോക്ക് പോളിംഗ് നടത്തി വോട്ടിംഗ് പുനരാരംഭിച്ചു. ഗുരുവായൂരിൽ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് 10 മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. 24-ാം വാർഡിലെ പോളിംഗ് ബൂത്തായ ഗുരുവായൂർ AUP സ്കൂളിലെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ബ്രഹ്മകുളം സ്വദേശി ശ്രാമ്പിക്കൽ സുരേഷാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇദ്ദേഹത്തെ താങ്ങിയെടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകി. 10 മിനിറ്റിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത് ഡ്യൂട്ടി തുടർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ പ്രതീക്ഷകൾ പങ്കുവച്ചും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണങ്ങൾ ശക്തമാക്കിയും നേതാക്കൾ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു ഇവർ. ജില്ലയിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു വലിയ തരംഗമാണ് അലയടിക്കുന്നത്. പ്രചരണം ആരംഭിച്ചത് മുതൽ വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലായിടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശവും അനുഭവവും അതുതന്നെയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുള്ള ജനങ്ങളുടെ ആഭിമുഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. LDFന് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇത്തവണ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ഭരണവിരുദ്ധ വികാരം ഇരട്ട ഭരണവിരുദ്ധ വികാരമാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും. പ്രത്യേകിച്ച് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വലിയ തലത്തിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കള്ളന്മാരായ ശബരിമലയിലെ ശാസ്താവിൻ്റെ പൊന്നുകെട്ട് കൊണ്ടുപോയ കള്ളന്മാർക്കെതിരെയുള്ള മറ്റൊരു ഭരണവിരുദ്ധ വികാരവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലകളിൽ ഇല്ലാത്തതുപോലെയുള്ള വലിയ വിജയപ്രതീക്ഷയാണ് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണം അത്രമാത്രം സ്വീകാര്യതയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. താഴെത്തട്ടിലുള്ള മുഴുവൻ ജനങ്ങളിലേക്ക് അവരുടെ അവകാശങ്ങളായി തന്നെ അവരുടെ ക്ഷേമ പെൻഷനുകളൊക്കെ എത്തിച്ചു കൊടുക്കലും വികസന പ്രവർത്തനങ്ങൾക്ക് UDF വരണം എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടമൊക്കെ പോയി. നയാ പൈസ ഇല്ലാതെ ട്രഷറി ഒക്കെ മുടങ്ങിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു ദിവസം പോലും ട്രഷറി മുടങ്ങാത്ത കേരളത്തിലുടനീളം ഇതുവരെ സങ്കല്പിക്കാത്തത്ര വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്ന സമാനതകളില്ലാത്ത വികസനവും ആ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത്തരം നിലപാടുകൾക്ക് കയ്യടിക്കുന്ന UDFൻ്റെ സമീപനങ്ങളുമെല്ലാം പ്രബുദ്ധരായ കേരളീയ ജനത തിരിച്ചറിയുന്നുണ്ട്. നല്ല ഭൂരിപക്ഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. ഏതാനും ചില വ്യക്തികളും അവരുടെ കൂടെ നിൽക്കുന്ന ചില കൂട്ടങ്ങളും മാത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ ആയി മാറുന്നതിന് പകരം വ്യക്തിക്കു ചുറ്റും ആളെ കൂട്ടുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് ചെന്നുപെട്ടതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ മുന്നണി കൗൺസിലർമാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതെത്ര വരെയാവാം. 25-ന് മുകളിൽ എന്ന് പറയുന്നത് 25-ൽ പരിമിതപ്പെടുത്താനല്ല, 25-ന് മുകളിൽ ഉള്ള കൗൺസിലർമാരുമായി ഞങ്ങൾ ജയിച്ച് കൗൺസിലിൽ വരും. ഞങ്ങൾക്ക് വേണ്ടത് ഭരണമാറ്റം, പിണറായിയുടെ ഭരണമാറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഞ്ചായത്തുകൾ സെറ്റപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ആയതുകൊണ്ട് ആ റൂട്ട് ലെവൽ ഞങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള പാതയിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 16 സീറ്റുകൾ ഞങ്ങൾ മേടിച്ചാൽ ഞങ്ങളുടെ ഘടകകക്ഷികളാണ് CMP, കേരള കോൺഗ്രസ് ഉണ്ട്. എന്നാലും ശരി, ഞങ്ങളുടെ കേരളത്തിലെ ഘടകകക്ഷിയുടെ പേര് മറ്റൊന്നുണ്ട്. നമ്മുടെ ശ്രീമതി രമ നയിക്കുന്നതായിട്ടുള്ള RMP പാർട്ടി 3 സീറ്റുകളെങ്കിലും പിടിച്ചുകൊണ്ട് നേരെ വരികയും 16-ഉം 3-ഉം 19 പ്ലസ് മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് പലയിടത്തും. അപ്പോൾ അവരൊക്കെ ജയിച്ചു വന്നാൽ ഞങ്ങൾ ആ മേജിക് നമ്പറിലേക്ക് എത്തുന്ന ഒരു സുദിനം ഇതാ 2 ദിവസം കൂടി വേണ്ടു. കഴിഞ്ഞ നമുക്കൊരു 10-15 വർഷം മുന്നേ BJP എന്ന് പറയുന്നത് അപ്രസക്തമായിട്ടിരുന്ന സമയത്ത് ഇന്ന് BJP കേവലം 15 വർഷം കഴിയുമ്പോഴേക്കും BJP മുഖ്യ എതിരാളികളായിട്ട് ഇടതിൻ്റെയും വലതിൻ്റെയും ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ BJPക്ക് ഒരു ശക്തിയുണ്ടെന്നും BJPക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു മുഖ്യ എതിരാളികളായി BJP മാറിയത്. ആ ജനങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനം ആണ് എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഫലം നമുക്കറിയാലോ. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വർഗീയത പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ പടിക്ക് പുറത്തായി നിൽക്കും.
അതെല്ലാവർക്കും മനസ്സിലായി. അത് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും മനസ്സിലായി എന്നുള്ളതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. വികസനത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്ന കുന്നംകുളത്തെ ബസ് സ്റ്റാൻഡ് പൊതുമേഖലയിൽ നിലനിർത്തുവാൻ എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെയും ഞങ്ങളുടെ ആദർശത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് പൊതുമേഖലയിൽ നിലനിൽക്കുന്നത്. വളരെ കാലങ്ങളായി കുന്നംകുളത്തിൽ അറവുശാല ഇല്ല. കുന്നംകുളത്ത് മാംസാഹാരം കഴിക്കുന്നത് എന്ത് മാംസമാണെന്ന് പോലും ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രധാനമായിട്ടും പറയാനുള്ളത് ഞങ്ങൾ പൊതുമേഖലയിൽ മാർക്കറ്റ് പൊതുമേഖലയിൽ കൊണ്ടുവരും. അത് തുറക്കുളം മാർക്കറ്റ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. 10 പൈസ നമ്മൾ ഖജനാവിൽ നിന്ന് ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും താഴേക്കടയിലുള്ളവനെ ലഭിക്കുന്ന രീതിയിലായിരിക്കണം ചെലവ് ചെയ്യൽ. അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയായിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്. ഒരു എണ്ണം തികയ്ക്കാത്ത പ്രതിപക്ഷമായിട്ട് UDF ഉണ്ടാവുകയാണ് മുനിസിപ്പാലിറ്റി നല്ലതെന്ന് CPM ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരാഗ്രഹം ജനങ്ങൾ മറികടക്കും. BJPക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ഉണ്ട് മുനിസിപ്പാലിറ്റിക്ക്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ വോട്ടർമാരോട് പറയാനുള്ളത്, ഞങ്ങളെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കിയാൽ തന്നെ ഞങ്ങൾ ഗുരുവായൂരിനെ മുന്നോട്ട് കൊണ്ടുപോകും. പൂർണ്ണമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, അങ്ങനെ തന്നെ BJP പറയുന്നു, ഡൽഹിയിലുള്ള സർക്കാരിന്റെ പരിപൂർണ്ണ പിന്തുണയോടെ ഗുരുവായൂരിൽ BJPയുടെ നേതൃത്വത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, ഒരു സംശയമില്ലാതെ തന്നെ 100%. ഇതിൻ്റെ സ്ഥാനാർത്ഥികളെ ഏകകണ്ഠമായി ഒരു വാർഡിൽ മാത്രമാണ് നിസ്സാരമായ UDFന് ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളത്. മറ്റ് 46 വാർഡിലും 45 വാർഡിലും വളരെ നല്ല നിലയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ഇത്തവണ UDFന് കഴിഞ്ഞു. UDF ഒരു പടി അക്കാര്യത്തിൽ മുന്നിലാണ്. നേരെ മറിച്ച് LDFൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. LDF പല വാർഡിലും അവർക്ക് ശക്തരായ വിമതശല്യം അവർക്ക് നേരിടുന്നു, പ്രത്യേകിച്ച് പൂക്കോട് മേഖലയിലൊക്കെ. ഈ പ്രാവശ്യം UDF ഗുരുവായൂർ നഗരസഭാ ഭരണം പിടിച്ചടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ പോയ സ്ഥലങ്ങളിൽ നല്ല പോളിംഗാണ് നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നല്ല സജീവമായിട്ടുള്ള ജില്ലയിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നമ്മുടെ വോട്ട് ചെയ്തവരെ എണ്ണെടുക്കുന്നതിന് വേണ്ടിയിട്ടും കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ബൂത്തുകളിലെല്ലാം നടക്കുന്നുണ്ട്. നല്ല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കും. മുഴുവൻ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വൻപിച്ച ഭൂരിപക്ഷത്തോട് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് അതിലെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കടലൂർ പഞ്ചായത്തിൽ ഭേദപ്പെട്ട പോളിംഗ്, എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ 17 പോളിംഗ് സ്റ്റേഷനുകളിലായി 44 ബൂത്തുകളിലായാണ് പോളിംഗ് നടന്നത്. ഓരോ ബൂത്തുകളിലും ഹരിതചട്ടം കൃത്യമായി പാലിച്ചിരുന്നു. ബൂത്തുകളിൽ വോട്ടിങ്ങിനെത്തുന്നവർക്ക് കുടിവെള്ളമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഏറ്റവും അധികം ബൂത്തുകളുള്ള കൊരട്ടിക്കര സ്കൂളിലാണ് വോട്ടർമാരുടെ നീണ്ട നിരയും തിരക്കുമുണ്ടായത്. 5, 6, 7 വാർഡുകളിൽ നിന്നായി 6 ബൂത്തുകളാണ് സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് ബൂത്തുകളിലെല്ലാം താരതമ്യേന തിരക്ക് കുറവായിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ എവിടെയും സാങ്കേതിക തകരാറോ മറ്റു പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19ാം വാർഡിലെ ബൂത്ത് 2-ൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ഥാപിച്ചതായി പരാതി. കരിയന്നൂർ മദ്രസയിലെ ബൂത്തിലാണ് ക്രമം തെറ്റിച്ച് വോട്ടിംഗ് യന്ത്രം സ്ഥാപിച്ചത്. വോട്ടർ കടന്നു ചെല്ലുന്ന ഭാഗത്തുനിന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലാണ് വോട്ടിംഗ് യന്ത്രം സ്ഥാപിക്കേണ്ടത്. എന്നാൽ ഇതിന് വിപരീതമായി ആദ്യം ജില്ലാ പഞ്ചായത്തും പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തും ഇതിനുശേഷം ഗ്രാമപഞ്ചായത്തും എന്ന തരത്തിലാണ് മെഷീനുകൾ സ്ഥാപിച്ചത്. ഉച്ചതിരിഞ്ഞ് 1 മണിയോടെയാണ് UDF സ്ഥാനാർത്ഥി NK കബീറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രിസൈഡിംഗ് ഓഫീസറോട് ഇവ ക്രമത്തിൽ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഓഫീസർ ഇതിന് തയ്യാറായില്ല. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർക്ക് കബീർ പരാതി നൽകി. ഇതേ തുടർന്ന് 2 മണിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമപ്രകാരം സ്ഥാപിച്ചു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും NK കബീർ പരാതി നൽകിയിട്ടുണ്ട്. CPMുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രമിച്ചതായി UDF ആരോപിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ജൂബിലി ഓഡിറ്റോറിയത്തിലേക്ക് വോട്ടിംഗ് മെഷീനുകൾ തിരിച്ചെത്തി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വേലൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണിശ്ശേരി, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടുകാമ്പാൽ, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചത്. ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജോസ് മാളിയേക്കൽ ചേരുന്നു. ജോസ്, സുരക്ഷ കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോളിംഗ് സാമഗ്രികളെല്ലാം ഇപ്പോൾ തിരിച്ച് സ്ട്രോങ് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അതോടൊപ്പം തന്നെ മേഖലയിലെ പോളിംഗ് വിശദാംശങ്ങളും.
കഴിഞ്ഞ ദിവസം പോളിംഗ് സ്റ്റേഷനിലേക്ക് ഓരോ പഞ്ചായത്തിലെയും പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ഇലക്ട്രിക് ബോട്ട് എല്ലാം തന്നെ ഇപ്പോൾ മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിൽ നിന്നും ബസ്സുകളിലും മറ്റ് ചെറിയ വാഹനങ്ങളിലുമൊക്കെയായി പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമിലേക്ക് തിരിച്ചെത്തിക്കുന്നത്. ഇന്ന് ഇവിടെ സൂക്ഷിച്ചതിന് ശേഷം ഇന്നും നാളെയും ഇവിടെ സൂക്ഷിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ശനിയാഴ്ച രാവിലെ 7 മണിയോടുകൂടി തന്നെ 6 മണിയോടുകൂടി തന്നെ കൗണ്ടിംഗ് സ്റ്റേഷൻ സജ്ജമാകും. അതിനെ തുടർന്ന് രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യത്തെ ഒരു 15 മിനിറ്റിനകം തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാക്കും എന്നുള്ളതാണ് ഈ കേന്ദ്രം സന്ദർശിച്ച ജില്ലാ കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ജില്ലയിൽ 72.3% ആണ് എന്നും കളക്ടർ വ്യക്തമാക്കി. ജില്ലയിൽ എവിടെയും അക്രമ സംഭവങ്ങളോ മറ്റോ അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ളതും കളക്ടർ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഈ ഇലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരെയും അദ്ദേഹം അഭിനന്ദിക്കുകകൂടി ചെയ്തു. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിച്ചത്. പോളിംഗ് ആദ്യം വളരെ ദ്രുതഗതിയിലായിരുന്നുവെങ്കിലും ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനം ഗണ്യമായി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചൂണ്ടൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ രാവിലെ ഏതാനും ചില ബൂത്തുകളിൽ മാത്രം വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടായി. എന്നാൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും മഹാഭൂരിപക്ഷം വരുന്ന ബൂത്തുകളിലും ഉണ്ടായിരുന്നത് 15, 20 തുടങ്ങിയ ആളുകൾ മാത്രമാണ്. എന്നാൽ ആളുകൾ ഉച്ചയോടുകൂടി തന്നെ കൂട്ടമായി എത്തി വോട്ടുകൾ രേഖപ്പെടുത്തി. ചൂണ്ടൽ പഞ്ചായത്തിൽ ഏകദേശം 70% മുകളിൽ ആണ് പോളിംഗ് ശതമാനം കണക്കാക്കുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലും 70% മുകളിൽ പോളിംഗ് നടന്നതായാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെ വരണാധികാരി കൂടിയായ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൃത്യമായ കണക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വളരെ സുതാര്യമായി വളരെ കൃത്യനിഷ്ഠമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഈ 2 പഞ്ചായത്തുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം, ചൂണ്ടൽ പഞ്ചായത്തിലെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെയും ഓരോ ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് മൂലം 5 നിമിഷം വീതം സമയം വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് പോളിംഗ് അവസാനിച്ചത്. മറ്റൊരു കാര്യം, പോളിംഗിന്റെ അവസാന സമയങ്ങളിൽ ഒരു 5 മണിക്ക് ശേഷം കാര്യമാത്ര പ്രസക്തമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ 1 or 2 പേർ മാത്രമാണ് അതിനുശേഷം 5 മണിക്ക് ശേഷം ചില ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയത്. 5:30-ക്ക് ശേഷം പല ബൂത്തുകളും ശൂന്യമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ രാവിലെ 7 മണിയാക്കി ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണി വരെ ഉള്ള സമയം ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സമയമുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് വോട്ടർമാർ കൂട്ടമായി എത്തി വലിയ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ വോട്ട് ചെയ്ത് കൃത്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വീടുകളിലേക്ക് മടങ്ങിയിട്ടുള്ളത്. രമ്യ, ഇപ്പോൾ ആകാംക്ഷയുടെ ഒരു പകലും ഒരു രാത്രിയും അവശേഷിച്ചാൽ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആ വോട്ടെണ്ണൽ തുടങ്ങിയാൽ ആദ്യത്തെ 15 മിനിറ്റിനകം തന്നെ ഫലസൂചനകൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കും. ശ്രീകൃഷ്ണ കോളേജിലാണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനകത്തെ 8 പഞ്ചായത്തുകളുടെ വോട്ട് എണ്ണുന്നത്. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള തത്സമയ സംപ്രേക്ഷണം നമ്മുടെ ചാനൽ 8 പഞ്ചായത്തുകൾ വേലൂർ, അതുപോലെ തന്നെ കടങ്ങോട്, ചൊവ്വന്നൂർ, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, പോർക്കുളം, കാട്ടകാമ്പാൽ, കടവല്ലൂർ തുടങ്ങിയ 8 പഞ്ചായത്തുകളുടെ
ഫലസൂചനകൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കളക്ടർ ഇവിടെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം ഉദ്യോഗസ്ഥരെ എല്ലാം നേരിട്ട് അഭിനന്ദിച്ചുകൊണ്ട് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. രമ്യ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് പോളിംഗ് സാമഗ്രികളെല്ലാം തിരിച്ചെത്തിച്ചിട്ടുണ്ട്. കർശനമായിട്ടുള്ള സുരക്ഷയാണ് വോട്ടിംഗ് മെഷീനുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. വിവരങ്ങൾ നൽകിയത് ജോസ് മാളിയേക്ക്. തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും ശനിയാഴ്ചത്തെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലെയും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുകയും വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ എത്തിയ കളക്ടർ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു. 72.3% പോളിംഗ് ജില്ലയിലാകെ നടന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോളിംഗ് സമാപിച്ച ശേഷമാണ് കളക്ടർ എത്തിയത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വേലൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാനശ്ശേരി, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചത്. ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ വളരെ ഭംഗിയായിട്ട് ഇലക്ഷൻ നടന്നു. 72.3 അടുത്ത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം പോളിംഗ് ശതമാനം ആയിട്ടുണ്ട്. നല്ലൊരു സഹകരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട്. നല്ല സമാധാനപരമായിട്ടാണ് എല്ലാ സ്ഥലത്തും നടന്നത്. അതിന് ശതമാനം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു സഹകരണം ഉണ്ടായി. അതിന് പ്രത്യേകമായിട്ട് എല്ലാവർക്കും നന്ദി അറിയിക്കാം. വോട്ടർമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, റിട്ടേണിംഗ് ഓഫീസർമാർ, പോളിംഗ് ടീംസ് എല്ലാവരും നല്ലോണം പ്രവർത്തിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കാം. പോർക്കുളം പഞ്ചായത്തിൽ മികച്ച പോളിംഗ്. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. 14 വാർഡുകളുള്ള പഞ്ചായത്തിൽ 9 പോളിംഗ് സ്റ്റേഷനുകളിലായി 28 ബൂത്തുകളിലാണ് വോട്ടിംഗ് നടന്നത്. 7ാം വാർഡ് പോളിംഗ് സ്റ്റേഷനായ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 1-ാം നമ്പർ ബൂത്തിൽ കണക്ഷൻ തകരാറ് കാരണം 10 മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. മറ്റെല്ലാ കേന്ദ്രങ്ങളിലും സുഗമമായി പോളിംഗ് നടന്നു. എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കേക്കാട് പഞ്ചായത്തിൽ 18 വാർഡുകളിലായി 35 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുവെ സമാധാനപരമായാണ് പോളിംഗ് സമാപിച്ചത്. 67% പോളിംഗ് നടത്തിയതായാണ് പ്രാഥമിക കണക്ക്. ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണന്റെയും വടക്കേക്കാട് SHO MK രമേശിന്റെയും നേതൃത്വത്തിൽ പോലീസ് നിരീക്ഷണവും എല്ലാ ബൂത്തുകളിലും ശക്തമാക്കിയിരുന്നു. അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കേക്കാട് പഞ്ചായത്തിൽ 4, 9, 7, 11 വാർഡുകളിലാണ് ശക്തമായ മത്സരം നടന്നത്. കടപ്പുറം പഞ്ചായത്ത് 5-ാം വാർഡ് സുല്ലമുൽ ഇസ്ലാം മദ്രസയിലാണ് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ വോട്ട് രേഖപ്പെടുത്തിയത്. ചാവക്കാട് നഗരസഭ 11-ാം വാർഡ് പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിൽ NK അക്ബർ MLA വോട്ട് രേഖപ്പെടുത്തി. കവിയും സാഹിത്യകാരനുമായ റഫീഖ് അഹമ്മദ് പോർക്കുളം പഞ്ചായത്തിലെ 7-ാം വാർഡ് 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ പോളിംഗ് സ്റ്റേഷനിൽ 8 മണിയോടെ കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിന് കണക്ഷൻ തകരാറ് സംഭവിച്ചതിനാൽ 10 മിനിറ്റ് വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ കടവല്ലൂർ പഞ്ചായത്തിലെ 19-ാം വാർഡ് വില്ലന്നൂരിൽ ബൂത്ത് നമ്പർ 2-ൽ വോട്ട് രേഖപ്പെടുത്തി. രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയും വോട്ടർ എന്ന നിലയും ജനാധിപത്യ പ്രക്രിയ അഭിമാനത്തോടെ നിർവഹിച്ചിരിക്കുന്നു. ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുപ്പാണ്. അതിൽ വോട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നത് മനുഷ്യത്വപരമായ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന വികസനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ജനപ്രതിനിധികൾ വരട്ടെ എന്നാണ് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നടൻ ശിവജി ഗുരുവായൂർ കാവീട് പാറയിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിയോടെയാണ് നടനും കുടുംബവും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്.
നടൻ ഇർഷാദ് അലി കേച്ചേരിയിൽ വോട്ട് ചെയ്യാനെത്തി. ചുണ്ടൽ പഞ്ചായത്ത് 6-ാം വാർഡ് 1-ാം ബൂത്തായ അൽ അമീൻ സ്കൂളിലാണ് ഇർഷാദ് വോട്ട് ചെയ്തത്. പക്ഷേ അത് പരാതിയല്ല, ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. ആളുകൾക്ക് സുഗമമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ വേറെ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, സർക്കാരിന് വിരുദ്ധമായിട്ടൊരു കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ആളുകൾ ഇതിനെ തടിച്ചുകൂടി വരുന്നുണ്ട്. അറ്റാക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കാരണം ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വികസനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ കുന്നംകുളം നഗരസഭയിലെ 1-ാം വാർഡ് വടുതല ബൂത്ത് നമ്പർ 1-ൽ വോട്ട് രേഖപ്പെടുത്തി. കടവല്ലൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC അംഗവുമായ ജോസഫ് ചാലിശ്ശേരി കൊരട്ടിക്കര സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 5-ാം വാർഡ് കോടത്തുംകുണ്ട് 2-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. വാർദ്ധക്യത്തെ മറികടന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മുത്തശ്ശിമാരെത്തി. 103 വയസ്സുള്ള തയ്യൂർ അമ്പക്കാട്ട് ലക്ഷ്മിക്കുട്ടിയമ്മ, 100 വയസ്സുള്ള എരുമപ്പെട്ടി എടക്കാട് 8-ാം വാർഡിലെ വോട്ടറായ കാർത്തിയായിനി എന്നിവരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തയ്യൂർ സ്കൂളിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മ വോട്ട് ചെയ്തത്. കാർത്തിയായിനി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MS വിജയന്റെ മാതാവാണ്. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ വലിയപുരയ്ക്കൽ കൃഷ്ണൻ 101-ാം വയസ്സിലും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. വോട്ടവകാശം ലഭിച്ചതു മുതൽ ഇതുവരെയുള്ള ഇദ്ദേഹത്തിന്റെ ഒരു വോട്ടും പാഴായിട്ടില്ല. 1925 മാർച്ച് 27-ന് പാവറട്ടി മരുതയൂർ വലിയപുരയ്ക്കൽ കോരപ്പക്കുട്ടിയുടെ മകനായാണ് ജനനം. കൗമാരത്തിൽ തന്നെ സ്വാതന്ത്ര്യസമരത്തിൽ ആകൃഷ്ടനായി. 1947-ൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന ദിനാചരണത്തിൽ പങ്കെടുത്തു. 1938-ൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി വോട്ട് ചെയ്തത്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി AC രാമന്റെ ബൂത്ത് ഏജന്റായിരുന്നു. പിന്നീട് ഇതുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണന്റെ ചൂണ്ടുവിരലിൽ മഷി പതിഞ്ഞിട്ടുണ്ട്. പ്രായത്തിന്റെ അവശതകൾ അലട്ടുന്നുണ്ടെങ്കിലും സമ്മതിദാനാവകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ കൃഷ്ണൻ ഇന്നും 100 നാവാണ്. തെരഞ്ഞെടുപ്പാണോ എങ്കിൽ ഞാൻ ബൂത്തിലുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 25 വർഷത്തോളമായി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലാണ് താമസം. ഭാര്യ അമ്മുക്കുട്ടി, മകൻ ജയരാജൻ, മരുമകൾ ഗിരിജ എന്നിവർക്കൊപ്പമെത്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഖാദി വസ്ത്രം മാത്രം ധരിക്കുന്ന ഇദ്ദേഹം 99 വയസ്സുവരെ സൈക്കിളിലായിരുന്നു സഞ്ചാരം. അത് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അല്ലേ? മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് സ്ഥാനാർത്ഥി ആരായിരുന്നു? ക്ഷേത്രപ്രവേശന സത്യഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ? അന്ന് മുതൽ കോളേജിൽ പഠിച്ചപ്പോ കോളേജിൽ ഇറങ്ങിപ്പോന്ന മുടക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും വർഷം മുടങ്ങിയിട്ടുണ്ടോ? വോട്ട് മുടങ്ങിയിട്ടുണ്ടോ? ഞാൻ വോട്ട് പൂത്തിട്ടുണ്ടാവും. തുടങ്ങിയ കാലം മുതൽക്ക് കാലത്തേന് മുമ്പ് ഡിസ്ട്രിക്ട് മുതൽക്ക് ഞാനൊരു വോട്ടറാണ്. കാലിൽ പ്ലാസ്റ്ററുമായി എരുമപ്പെട്ടി പഞ്ചായത്ത് 2-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഇന്ദിരാ രവി പോളിംഗ് സ്റ്റേഷനിലെത്തി. കഴിഞ്ഞ ദിവസം നിശബ്ദ പ്രചരണം നടത്തുന്നതിനിടയിൽ കാൽ വഴുതി വീണ് ലിഗ്മെന്റ് പൊട്ടിയതാണ് പ്ലാസ്റ്റിടാൻ ഇടയാക്കിയത്. തന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പ്ലാസ്റ്റിട്ട കാലുമായി സ്ഥാനാർത്ഥി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. വോട്ട് ചെയ്താൽ എല്ലാവരുടെയും ഒരു വിരലിൽ മാത്രം മഷി പതിപ്പിക്കുമ്പോൾ ഗോപാലകൃഷ്ണന്റെ മഷി പതിഞ്ഞത് 2 വിരലുകളിലാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി ചീരടത്ത് ഗോപാലകൃഷ്ണനാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിലെ കൗതുക കാഴ്ചയായത്. വോട്ട് രേഖപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ മഷി പുരണ്ട 2 വിരലുകളാണ് ഗോപാലകൃഷ്ണൻ ഉയർത്തുന്നത്. നേരത്തെ മൃഗസംരക്ഷണ വകുപ്പിൽ അറ്റൻഡർ ആയിരുന്ന ഗോപാലകൃഷ്ണൻ ആയിരക്കണക്കിന് വോട്ടർമാരുടെ കൈകളിൽ മഷി പുരട്ടിയിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 31-ാം വാർഡിലെ പോളിംഗ് ബൂത്തിലാണ് ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ആദ്യം വലതുകൈയിലായിരുന്നു മഷി തേച്ചത്. അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥൻ പിന്നീട് മറുകൈയും ആവശ്യപ്പെട്ടു. അങ്ങനെ ഗോപാലകൃഷ്ണന്റെ 2 ചൂണ്ടുവിരലുകളിലും മഷി പുരണ്ടു. അവിടെ ചെന്നപ്പോ കൈ വെക്കാൻ പറഞ്ഞു, ഈ കൈ വെക്കാൻ പറഞ്ഞു. അപ്പൊ വലത്തേ വെച്ചെടുത്തു. അത് പറഞ്ഞിട്ടാണ് വലത്തേ വെച്ചത്. അതാണ് എനിക്കറിയാം ഇടത്തെ വയ്ക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കുറച്ച് കൊല്ലത്തൊക്കെ ചെന്നു. ഞാൻ കുറെ കൊല്ലത്ത് സർവീസ് ഉണ്ട്. എനിക്ക് 10 കൊല്ലത്തെ കിട്ടിയുള്ളൂ.
ചാവക്കാട് തിരുവത്ര പുതിയറയിൽ കടന്നൽ കുത്തേറ്റ് 2 പേർക്ക് പരിക്കേറ്റു. പുതിയറ കേരന്റകത്ത് മനാഫ്, ഷിഹാബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30ഓടെയായിരുന്നു സംഭവം. കടന്നൽ കുത്തേറ്റ യുവാവിന്റെ നിലവിളി കേട്ട് പുറത്തിറങ്ങിയതായിരുന്നു മനാഫ്. തുടർന്ന് മനാഫിനും കടന്നൽ കുത്തേൽക്കുകയായിരുന്നു. ഏകദേശം 100 മീറ്റർ അകലെ സ്വകാര്യ വ്യക്തിയുടെ മാവിൻ കൊമ്പിൽ ഉണ്ടായിരുന്ന കടന്നൽ കൂട്ടത്തെ കുട്ടികളാരോ കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതോടെ കടന്നൽ കൂട്ടം ഇളകി ഷിഹാബിനെ കുത്തുകയും തുടർന്ന് ഷിഹാബ് നിലവിളിച്ച് സമീപമുള്ള തോട്ടിലേക്ക് ചാടുകയുമായിരുന്നു. ഈ ശബ്ദം കേട്ടാണ് മനാഫ് പുറത്തിറങ്ങിയത്. പരിക്കേറ്റ ഇരുവരെയും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ മനാഫിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. കലശമലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം. കപിലപ്പശുവിനെ കടിച്ചുകീറി പഞ്ചായത്ത് ഇടപെടണമെന്ന് ആവശ്യം. പോർക്കുളം കലശമല പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ അതിക്രമം രൂക്ഷമാവുകയാണ്. 10ാം വാർഡ് കലശമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടമായി സഞ്ചരിക്കുന്ന നായ്ക്കൾ വളർത്തുമൃഗങ്ങളെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തുന്ന സാഹചര്യമാണ്. വ്യാഴാഴ്ച രാവിലെ ആര്യാലോക് ആശ്രമത്തിലെ കപിലപ്പശുവിനെ തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ദേഹമാസകലം മുറിവുള്ള നിലയിൽ പശുവിനെ കണ്ടെത്തിയതോടെ വലിയ ആശങ്കയാണ് ഉള്ളത്. വെറ്റിനറി ഡോക്ടർ എത്തി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുത്തിട്ടുണ്ട്. 5 തവണകളിലായി കുത്തിവയ്പ് എടുക്കണം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആക്രമണ സ്വഭാവമുള്ള നായ്ക്കൾ കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ് എന്ന് ആര്യമഹർഷി പറയുന്നു. അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണം, നിരീക്ഷണം തുടങ്ങിയ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘത്തിന്റെ സുവിശേഷ മഹായോഗം വെള്ളി, ശനി, ഞായർ തീയതികളിൽ പെരുമ്പിലാവ്, കല്ലുംപുറം സെന്റ് ജോർജ് നവതി പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 6:30 ഗാനശുശ്രൂഷ എന്നിവ നടക്കും. 6:45 സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം നിർവഹിക്കും. 7 മണിക്ക് വചന ശുശ്രൂഷയുണ്ടാകും. ഫാദർ ജിനോ ജോസ് കരിപ്പക്കാടൻ പ്രസംഗിക്കും. 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഫാദർ മാത്യു വർഗീസ് പ്രസംഗിക്കും. 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കുംഭസാരം, 7:30 പ്രഭാത പ്രാർത്ഥന, 8 മണിക്ക് വിശുദ്ധ കുർബാന, 11 മണിക്ക് വനിതാ സമാജം ക്യാമ്പ്, 2 മണിക്ക് മദ്ബഹ ശുശ്രൂഷയും ഗായക സംഘത്തിന്റെ ക്യാമ്പ്, വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, തുടർന്ന് ഗാനശുശ്രൂഷ, 7 മണിക്ക് വചന ശുശ്രൂഷയും ഉണ്ടാകും. നോബിൻ ഫിലിപ്പ് പ്രാസംഗികനാകും. വാർത്താ സമ്മേളനത്തിൽ സഭാ സുവിശേഷ സംഘം വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, സഭാ അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സൺഡേ സ്കൂളിൽ സമാജം സെക്രട്ടറി ഫാദർ അഫ്രേം അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മുന്നോടിയായി യോഗം ചേർന്നു. മാനേജിംഗ് കമ്മിറ്റി, യൂത്ത് അസോസിയേഷൻ, കുടുംബ യൂണിറ്റ്, സൺഡേ സ്കൂൾ, വനിതാ സമാജം, കൊയർ, മദ്ബഹ ശുശ്രൂഷ സംഘം, എൽഡേഴ്സ് ഫോറം തുടങ്ങിയ ഭക്ത സംഘടനാ അംഗങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 21 ഞായറാഴ്ച ഇടവകയുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റി ക്രിസ്മസ് റോഡ് ഷോ ആഘോഷം നടത്താൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ഭക്ത സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ചരമം. ഗുരുവായൂർ തിരുവെങ്കിടം ഹൌസിംഗ് ബോർഡിൽ മേലിട്ട് അന്തോണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. കോട്ടപ്പടി വാഴപ്പിള്ളി കുടുംബാംഗം അൽഫോൺസയാണ് ഭാര്യ. സോളമൻ, സോജൻ, സൈജൻ എന്നിവർ മക്കളാണ്. കാട്ടകാമ്പാൽ പലാട്ടുമുറി തോലത്ത് വർഗീസ് എന്ന കൊച്ചു ഭാര്യ അച്ചാമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ജെയ്സൺ, മിനി, ജോയ്സൺ, സിനി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. പോളിംഗ് പൂർത്തിയായതോടെ വിജയപ്രതീക്ഷകൾ കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തൃശൂരിൽ 71.14% പോളിംഗ്. കുന്നംകുളം നഗരസഭയിൽ 72.02%, ഗുരുവായൂരിൽ 68.08%, ചാവക്കാട് നഗരസഭ 72.49%. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചൊവ്വന്നൂരിൽ 72.59%, ചാവക്കാട് 68.24%. പോളിംഗ്. അന്തിമ കണക്ക് നാളെ. എരുമപ്പെട്ടിയിൽ CPM കോൺഗ്രസ് സംഘർഷം, 2 പേർക്ക് പരിക്കേറ്റു. പിന്നീട് പോലീസ് സ്റ്റേഷനിലും ഇരുവിഭാഗം തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. പെങ്ങാമുക്ക് ഹൈസ്കൂളിനടുത്തുള്ള ആനപ്പറമ്പിലും രാഷ്ട്രീയ സംഘർഷം.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. We'll be right back.